അവിടെ ഒരാള് അയാളുടെ ശവസംസ്കാര സ്ഥലത്ത് ആത്മാവായി വന്നിരിക്കുന്നത് ഈ പെണ്ണ് കാണുന്നു. ഇവൾക്ക് ആത്മാക്കളെ കാണാനുള്ള പവർ ഉണ്ടായിരുന്നു. മരിച്ചുപോയവർക്ക് ഈ ഭൂമിയിൽ നിറവേറ്റാൻ കഴിയാതെ പോയ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ആ ആത്മാക്കള് ഭൂമി വിട്ടു പോവാത്തതെന്ന് മനസ്സിലാക്കിയവള് എന്താണ് ഇയാളുടെ ആഗ്രഹം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ആത്മാവ് അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതെടുത്ത് അവളോട് അതിലൊരു പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടെന്നും ആ ഫോട്ടോ ആരും അറിയാതെ ഡിലീറ്റ് ചെയ്യാനായിട്ടും ആ ആത്മാവ് പറയുന്നു. ഇത് കേട്ട് അവൾക്ക് വല്ലാതെ വിഷമം വരുന്നു. ഇത്രയും വയസ്സായിട്ടും സ്വന്തം ഫാമിലിയെ ചതിച്ചുകൊണ്ട് ഇയാൾ വേറെ ഒരു പെണ്ണിന്റെ കൂടെ ബന്ധമുണ്ടെന്ന് കരുതിയിട്ട് അവള് ആ ക്യാമറയിലുള്ള പെണ്ണിന്റെ ഫോട്ടോ തപ്പിയെടുക്കുന്നു. എന്നാൽ ആ ഫോട്ടോ കണ്ട് അവള് ശരിക്കും ഷോക്കായി പോകുന്നു. ഉടനെ അവള് മരിച്ചുപോയ ആളുടെ മകനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ആ മകൻ അങ്ങോട്ട് വരുമ്പോ ഇവള് ഡിലീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ അത് ഇവന്റെ അച്ഛൻ തന്നെയായിരുന്നു. ഇയാൾക്ക് ഒരു പെണ്ണാവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വലിയ കമ്പനിയുടെ CEO ആയതുകൊണ്ട് തന്നെ ഒരു പെണ്ണായി മാറിയാൽ പിന്നീട് അത് തന്റെ ഫാമിലിക്കും മകനും നാണക്കേടാവും എന്ന് ആലോചിച്ച ഇയാള് ആരും അറിയാതെ പെണ്ണുങ്ങളെ പോലെ മേക്കപ്പും ഡ്രസ്സൊക്കെ ചെയ്ത് റൂമിൽ തന്നെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള മരണം ആയതുകൊണ്ട് തന്നെ ആ ഫോട്ടോസ് ഒന്നും ഇയാൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ഇവള് അച്ഛന്റെ അവസ്ഥ ഈ മകനെ പറഞ്ഞു മനസ്സിലാക്കുകയും അതെല്ലാം കേട്ട് ഈ മകനെ തന്റെ അച്ഛനെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയും പിന്നീട് ആ ആത്മാവ് ഭൂമിയിൽ നിന്ന് മറിഞ്ഞു പോകുന്നു.